ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. സ്കോർപ്പിയോ എന്നാണ് അതിൻ്റെ പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 10ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും വരുന്നത്. തൊഴിൽ രംഗത്ത് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഉള്ള നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. 9ാം ഭാവത്തിൽ സർവീശ്വരകാരകനായിട്ടുള്ള ഗുരു വ്യാഴം ഉണ്ട്. അത് ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. അതുപോലെ തന്നെ മുതിർന്നവരുടെയോ കാരണവന്മാരുടെയോ അല്ലെങ്കിൽ പിതൃക്കളുടെയോ ഒക്കെ ഗുരുക്കന്മാരുടെയോ ഒക്കെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നു. സർക്കാർ ജീവനക്കാർക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ചില അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിലെ പങ്കാളികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശ പദ്ധതികളും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നതിൽ കൂടി ലാഭമുണ്ടാകും. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള പദ്ധതികളുമൊക്കെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ചില പദ്ധതികളൊക്കെ നൂതനമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ജോലിയിൽ ഓരോ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ഒരു സൂക്ഷ്മതയും അതുപോലെ ആസൂത്രണത്തോടും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റേത് ആയിട്ടുള്ള ഒരു കുറവ് ലാക്കിംഗ് ഉള്ളതായിട്ട് കാണാവുന്നതാണ്. ധനപരമായിട്ട് സാമ്പത്തികമായിട്ട് അനുകൂലം ആയിട്ടുള്ള ആഴ്ച തന്നെയാണ് ഈ ആഴ്ച. ഭൂമി അതുപോലെ വീട് ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇവയിൽ നിന്നൊക്കെയുള്ള വരുമാനം ഉണ്ടാകും. ചില പഴയ കുടിശ്ശികകളിൽ നിന്നൊക്കെ തിരിച്ചു കിട്ടാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അത് വരുമാനം പൊതുവേ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അനാവശ്യ ചെലവുകളും ഇതോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ വരുമാനവും നിക്ഷേപവും വർദ്ധിക്കുന്നതായിട്ട് കാണാം. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. യാത്ര കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളോ മുട്ടുവേദന, സന്ധിവേദന, പേശി സംബന്ധമായിട്ടുള്ള നടുവേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. കുടുംബപരമായിട്ട് ഐക്യവും സമാധാനത്തോടും കൂടി വർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഈ ആഴ്ച. മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ദാമ്പത്യത്തിൽ കൂടുതൽ ഒരു വിശ്വാസവും സഹകരണമൊക്കെ ഉണ്ടാകും. അത് കൂടുതൽ ശക്തമാകുന്നതായിട്ട് കാണാം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുമൊക്കെ പുരോഗതി ഉണ്ടാകും. അവരിൽ നിന്ന് നല്ല സന്തോഷകരമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കാനും സാധ്യത കാണുന്നുണ്ട്. ഒരു പരിഹാരമായിട്ട് അവർക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുകയും ഒക്കെ നല്ലതാണ്. സ്വയമേവ സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ജപിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്.